മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ പട്ടായെന്ന് പോകുന്നത് കോറൽ ഐലാൻഡിലേക്കാണ്. അവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യണ്ടേ? നമ്മളിപ്പോ പട്ടായ ബീച്ചിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് സ്പീഡ് ബോട്ടിലാണ്. എല്ലാരും ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഈ സ്പീഡ് ബോട്ടിൽ പോണത്. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് എഴുതി തരുന്നുണ്ട്. നമ്മൾ പോയ സ്പീഡ് ബോട്ടിൽ ഒരു 15 to 20 ആൾക്കാരുണ്ടായിരുന്നേ. നമ്മൾ ആദ്യം പോകുന്നത് ആദ്യത്തെ ആക്ടിവിറ്റിന്റെ സ്ഥലത്താണ്. അവിടേക്ക് പോകുമ്പോ ഒരു 10-15 മിനിറ്റ്സിന്റെ ഡ്രൈവ് ഉണ്ട്. ബോട്ട് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, കാരണം ബോട്ട് ചാടി ചാടിയാണ് വേവിൽ കൂടെ പോയത്. നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി ഏരിയയിൽ പോയപ്പോ അങ്കിള് നമുക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാക്കേജ് തരുവേ. വേണമെങ്കിൽ പാക്കേജും ചൂസ് ചെയ്യാം. പാക്കേജ് എടുക്കുമ്പോ കുറച്ച് ലെസ് പ്രൈസാ. അവിടെയുള്ള മെയിൻ 4 ആക്ടിവിറ്റീസ് ബനാന ബോട്ട്, ജെറ്റ് സ്കീ, അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി, പിന്നെ പാരാസൈലിംഗ് ആണ്. ഇത് കടലിന്റെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം ആണ്. ബോട്ട് ഒരു റൗണ്ട് പോയുമ്പോ നമ്മൾ ഇങ്ങനെ പറക്കും. പാരാസൈലിംഗിന് ഞാൻ പോയില്ല, അച്ഛനെ പോയുള്ളൂ. പാരസൈലിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റിക്ക് പോയി. അടുത്ത ആക്ടിവിറ്റി അണ്ടർ വാട്ടർ വാക്കിംഗ് ആണ്. അണ്ടർ വാട്ടർ വാക്കിങ്ങിന്റെ ആൾക്കാരെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാരെ ഒരു ബീച്ചിൽ കൊണ്ടുപോയി ഇറക്കി. ഈ കാണുന്ന ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്സിജൻ ട്യൂബ് കണക്ട് ചെയ്തിട്ട് ആൾക്കാര് താഴേക്ക് പോകുന്നത്. അണ്ടർ വാട്ടർ ഇതില് നമ്മൾ എപ്പോഴും ഹാൻഡ് സിഗ്നൽസ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ നമ്മൾ തംസ് അപ്പ് കാണിച്ച അവരുടെ മീനിങ് ഇത് അൺകംഫർട്ടബിൾ ആണ്, നമ്മളെ വേഗം ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ്. പിന്നെ നമ്മൾ സൂപ്പർ അടിപൊളി എന്നൊക്കെ കാണിക്കില്ലേ, അങ്ങനെ കാണിച്ച അവര് നമ്മളെ കംഫർട്ടബിൾ ഓക്കെ എന്ന് മനസ്സിലാക്കുന്നത്. അണ്ടർ വാട്ടർ വാക്ക് കഴിഞ്ഞിട്ട് വേറെ ഒരു ബോട്ടില് ബീച്ചിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുവേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. തായ്ലാൻഡിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെല്ലാരും തായ് ബാത്ത് കൺവേർട്ട് ചെയ്ത് വെക്കണേ. തായ്ലാൻഡിലത്തെ മെയിൻ ആക്ടിവിറ്റീസ് ആണ് ഈ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം. ആരും മിസ് ചെയ്യരുതേ. ആക്ടിവിറ്റി ഏരിയാസിലെല്ലാം അവർ തായ് ബാത്ത് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ബോട്ട് കരേന്റെ അടുത്ത് നിർത്തുള്ളൂ, കരയിൽ നിർത്തില്ലേ. നമ്മൾ നടന്നു വരണം. നമ്മൾ ബീച്ചിലെത്തിയിട്ട് കുറച്ചു നേരം കളിച്ചു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തപ്പോഴേക്കും പോവാൻ സമയമായി. അങ്ങനെ അടുത്ത ബോട്ടില് നമ്മൾ പട്ടായക്ക് പോവാണേ. ബോട്ട് പോകുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല ആട്ടമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ വാട്ടർ പാർക്കിലൊക്കെ പോവില്ലേ, അതേപോലത്തെ സെയിം ഫീൽ ആയിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. പിന്നെ നല്ല ചാടി ചാടിയാണ് പോയത്. ഞാൻ നല്ല എൻജോയ് ചെയ്തു. എനിക്ക് അത്ര പേടിയൊന്നും തോന്നിയില്ല. ബോട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും വെള്ളം ചീറ്റ് പോണ ലെവല് കാണണം. അതൊരു സൂപ്പർ സീൻ വാട്ടർ ഫൗണ്ടൈൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സൂപ്പർ ആണെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ.
ബൈ ബൈ, അടുത്ത പാട്ടിൽ കാണാം.